നമ്മളോടൊപ്പം ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ ഈ ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ഏതൊരു ഒരുക്കങ്ങൾ ഏതാണ്ട് 90% പൂർത്തീകരിച്ച് കഴിഞ്ഞു. ദർശി മണ്ഡപത്തിൽ, സമാധി മണ്ഡപത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇനി പുഷ്പാലങ്കാരം മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. കഴിഞ്ഞ ഈ സ്ഥലത്താണ് ഗോപൻ സ്വാമി സമാധി ഇരുന്നത്. ആ സന്യാസി വര്യനെ, ആ സ്വാമിജിയെ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ സമാധിയെ അവഹേളിച്ചതിന് ഫലമായിട്ട് ആ സമാധിയിൽ നിന്നും അദ്ദേഹത്തെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊരു രംഗം നമ്മൾ കണ്ടു. ഇത് ഹൈന്ദവ സമാജത്തിന് വളരെയേറെ വിഷമുണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു മഹാസമാധി എന്നുള്ള നിലയ്ക്ക് ഇന്ന് 2 മണിക്ക് ആറാലുമൂട് ഓട്ടോമൊബൈൽസിൻ്റെ അവിടെ നിന്ന് സ്വാമിയുടെ സമാധി നാമജപയാത്ര ആരംഭിച്ച് 3 മണിക്ക് മുന്നേ ഈ സമാധി മണ്ഡപത്തിൽ എത്തിച്ചേർന്ന് ചെങ്കൽ ശിവപാർവതി ക്ഷേത്ര മഠാധിപതി മഹേശ്വരാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ഇവിടെ സമാധി പൂജകൾ ആരംഭിച്ച് വേദമന്ത്ര ഉച്ചാരണത്തോടുകൂടി 3 മണിക്കും 4 മണിക്കും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ മഹാസമാധി ഇവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് ഒരുക്കങ്ങളെല്ലാം ഏകദേശം 90% പൂർത്തിയായി കഴിഞ്ഞു. ആദ്യ സമാധിയിൽ നിന്ന് എന്തൊക്കെയാണ് വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. ആ സമാധി മണ്ഡപം അതിൻ്റെ കണക്ക് പ്രകാരം ഇപ്പോൾ ചെയ്ത് ആണ് സമാധി ഇരുത്തുന്നത്. അതിൻ്റെ കണക്ക് പ്രകാരം സന്യാസി വരുവന്മാരുടെ നിർദ്ദേശപ്രകാരം, ചെങ്കൽ മഹേശ്വരാനന്ദ സരസ്വതി സ്വാമിയുടെ നിർദ്ദേശപ്രകാരം സമാധിക്കുന്ന കണക്കുകളുണ്ട്. സമാധി മണ്ഡപം എത്രയാകണം, ആ കണക്കനുസരിച്ചാണ് അത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ പൂജയ്ക്ക് പങ്കെടുക്കുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, ചെങ്കൽ മഹേശ്വരാനന്ദ സരസ്വതി അദ്ദേഹവും 4-5 സന്യാസി വര്യന്മാരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് നമുക്കിപ്പം ചേരുകയാണ്. ഇപ്പോൾ പൂജയുടെ മഹാസമാധിയുടെ ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് പൂജയുടെ രീതി? 6 മഠങ്ങളിലുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ വരും. അവർ പോകുന്ന വളരെ ഭംഗിയായ ഹൈന്ദവ ആചാരപ്രകാരമുള്ള മന്ത്രോച്ചാരണങ്ങളിലൂടെ, വേദമന്ത്ര ഉച്ചാരണങ്ങളിലൂടെ സമാധി നടത്തുന്നതാണ്. സമയം 3-നും 4-നും സമയം. ഇപ്പോൾ 1 മണി, 1:30, 2 മണിയോടുകൂടി നമ്മുടെ 3 വീൽ ഓട്ടോവേഴ്സിൻ്റെ മുൻപിലുള്ള അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശരീരവും വളരെ ഘോഷയാത്രയായി സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവരുന്നതാണ്. അതാണ് അതിൻ്റെ അവസ്ഥ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള എല്ലാവിധ സമാധി മണ്ഡപത്തിലേക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പൂർത്തീകരിച്ചു വരുന്നു ക്രമേണയെല്ലാം. അതാണ് ഇപ്പോൾ നടന്ന അവസ്ഥ. അപ്പോൾ ഈ മഹാസമാധിക്ക് ശേഷം ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? സമാധി ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള കാര്യം ആചാര്യന്മാർ ഇന്ന് നിശ്ചയിക്കും. അപ്പോൾ ഏത് സമാധി സ്ഥാനത്തിനും ആ സമാധിയുടേതായ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട്, ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ട് ആചാര്യന്മാർ നിശ്ചയിക്കും എങ്ങനെയൊക്കെയാണ് പൂജാതി കർമ്മങ്ങൾ നടത്തേണ്ടതെന്നും അത് ഏതെല്ലാം ദിവസമാണ് അവിടെ പൂജാതി നടത്തേണ്ട ദിവസങ്ങളൊക്കെ നിശ്ചയിക്കും. അതൊക്കെ ഈ ക്ഷേത്രം ഇനി നാട്ടുകാർ നേരത്തെ ഉന്നയിച്ച പരാതിയാണ്, അവർക്ക് തൊഴാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആ പരാതിയൊക്കെ പരിഹരിക്കപ്പെടുമോ? നാട്ടുകാർ തൊഴാൻ പറ്റുന്നില്ല പറഞ്ഞത്. നാട്ടുകാർക്കെല്ലാം സൗകര്യവും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ചില ആൾക്കാരുടെ ഇവിടുത്തെ ഇതര മതസ്ഥരുടെ ചില വിഷയങ്ങളുണ്ടായിരുന്നു. അവർക്കിത് നന്നായി പോകണമെന്ന് ആഗ്രഹമില്ലാത്ത ആൾക്കാരായിരുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പിന്നിൽ വിഷയം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നത്. അല്ലാതെ മറ്റ് വിഷയങ്ങളൊന്നുമില്ല. ഇവിടെ മുൻപ് എല്ലാവർക്കും അതിനുള്ള സൗകര്യങ്ങളുണ്ട്, വരുന്ന എല്ലാവർക്കും തൊഴാമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കൂടി ചേർന്നതിന് മുൻകാലങ്ങളിലൊക്കെ ഉത്സവം നടത്തിയിട്ടുള്ളതുമൊക്കെ. അപ്പോൾ ഈ സമാധി എന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് നടത്താനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇവിടെ കുടുംബത്തിന് ചില വീഴ്ചകൾ സംഭവിച്ചില്ലേ ഈ അറിയിക്കുന്ന കാര്യത്തിലായാലും? അല്ല, അതേ കുടുംബത്തിന് വീഴ്ച എന്ന് പറയാൻ ഒക്കത്തില്ല. അത് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അച്ഛൻ സമാധിയായ ഗോപൻ സ്വാമി ചില നിർദ്ദേശങ്ങൾ മക്കൾക്ക് കൊടുത്തു. ആ നിർദ്ദേശങ്ങളാണ് അവർ പാലിച്ചത്. അത്രയേ ഉള്ളൂ. അല്ല, വീഴ്ചകളല്ല, ഒരു വീഴ്ചയല്ല. അപ്പോൾ നിയമപരമായിട്ടത് അല്ല, നമ്മൾ അത് പറഞ്ഞല്ലോ, നമ്മൾ അതുകൊണ്ടാണല്ലോ ചില നീതി നടക്കണം എന്ന് പറഞ്ഞ് ആ രീതിക്ക് പോയത്. അങ്ങനെ നീതി നടന്നല്ലോ. അപ്പോൾ പിന്നെ ഇനി വളരെ വളരെ വിശാലമായ രീതിയിൽ വളരെ സുഖമായി കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. മറ്റു വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി ഇങ്ങനെ സമാധി ഇരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? നിയമപരമായിട്ടും കൂടി അല്ല, നമ്മളെ ഭരണഘടന അനുശാസിക്കുന്ന ചില കാര്യങ്ങളും കൂടെ ഒക്കെ നോക്കണം. അതുകൊണ്ട്